ഞങ്ങൾക്ക് പേരന്റ് ബൂസ്റ്റ് വിസ അമ്മയ്ക്ക് അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് അപ്രൂവൽ ആയി കിട്ടി. അമ്മ ഇവിടെ വന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ Now I'm going to flip things across. Okay, എപ്പോഴും റോണിയാണ് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത് അല്ലേ? ഇപ്പൊ ഈ പ്രാവശ്യം I'm going to ask you the questions. Okay. പേരന്റ് ബൂസ്റ്റ് വിസ ഇവിടെ ഒരു ബെനിഫിറ്റ് എന്താ അല്ലെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയും ഈ ആപ്ലിക്കേഷൻ ഫീയും ഈ കോസ്റ്റും ഒക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഏത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കിയാലും ഈ പേരന്റ് ബൂസ്റ്റർ വിസയുടെ ആപ്ലിക്കേഷൻ വരുമ്പോൾ അവരതെല്ലാം ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ ഇട്ടിരിക്കുകയാണ്. അത് അവരുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ പല വീഡിയോസിലും പേരന്റ് ബൂസ്റ്റർ വിസയെ പറ്റി വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്രൂവൽ ആയിരിക്കുന്ന പേരന്റ് ബൂസ്റ്റർ വിസയുടെ ഒരു സെക്ഷൻ ഇതായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റും രാജസാറിന് തന്നെ കൊടുത്തേക്കുവാണ്. സാവ് മില്ലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പേരന്റ് ബൂസ്റ്റ് വിസയുടെ നമ്മുടെ ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പാർട്ട് 2 ആയിട്ട് നമ്മൾ രാജസാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. കാരണം ഞങ്ങൾക്ക് പേരന്റ് ബൂസ്റ്റ് വിസ അമ്മയ്ക്ക് അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് അപ്രൂവൽ ആയി കിട്ടി. അമ്മ ഇവിടെ വന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ രാജസാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പേർക്ക് അതിനെപ്പറ്റി ഡൗട്ടുണ്ട്. കാരണം എല്ലാവരും ഒരു വെബ്സൈറ്റിൽ കണ്ട ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് അതിനെപ്പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണ്, അത് ശരിക്കും എങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ശരിക്കും ഞങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ അറിയാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ പേരന്റ് ബൂസ്റ്റ് വിസയെ പറ്റി ഒന്ന് റിഫ്രഷറായിട്ടൊന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഞാൻ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇതിനെ പറ്റിയുള്ളത് നമ്മൾ ഇതിനെപ്പറ്റി ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിക്വയർമെന്റ്സ് എല്ലാം അതിന്റെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് കയറി കാണേണ്ടവർക്ക് അതിന്റെ റിക്വയർമെന്റ്സ്, സ്പോൺസറിന്റെ ആനുവൽ ഇൻകം എത്രയായിരിക്കണം എന്നുള്ള റിക്വയർമെന്റ്സ് എല്ലാം ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രോസസ്സ് എന്നുള്ളതിലേക്ക് കടക്കാം. റൈറ്റ്. സോ ബേസിക്കലി ഈ പേരൻസ് പറഞ്ഞാൽ either സിംഗിൾ പാരന്റ് ഓർ ഫാദർ ആൻഡ് മദർ രണ്ടുപേരെയും സ്പോൺസർ ചെയ്യാം. 5 വർഷത്തേന് വരെയും വിസ കിട്ടും. റിക്വയർമെന്റ്സ് ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് വേണം. രണ്ടാമത്തേത് സ്പോൺസർഷിപ്പ് റിക്വയർമെന്റ്സ്. ചിൽഡ്രൻ ഷുഡ് മീറ്റ് ദ സ്പോൺസർഷിപ്പ് റിക്വയർമെന്റ്സ്, അവരുടെ സാലറി ഇൻകം ബേസ്ഡ് സ്പോൺസർഷിപ്പ് റിക്വയർമെന്റ്സ്. പിന്നെ മൂന്നാമത്തത് അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് വേണം. there should not be any criminal convictions. അതെല്ലാം ഒന്നുമില്ല. അതുപോലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഫയലിംഗ് ഫീസ് $3,100 per application. അപ്പോൾ 2 പേർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ അതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. 2 പേരും അതിനകത്ത് 3,100 വരും. പക്ഷേ അവർ 2 പേർക്കും സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ഇൻഷുറൻസ് സെപ്പറേറ്റ്, പക്ഷേ ആപ്ലിക്കേഷൻ ഫീ അത് പാരന്റ്സ് ആൻഡ് പാരന്റ് 2 പേർക്കും ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഉള്ളത് അതേ ഉള്ളൂ. ഇപ്പം $3,100 കൊടുത്ത് ചെയ്ത് അപ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യും. ഫീസ് പേ ചെയ്ത് അപ്ലൈ ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പാരന്റ് ഷുഡ് ബി ഔട്ട്സൈഡ് ഓഫ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിനകത്തിരുന്നുകൊണ്ട് ആ പാരന്റ് ബൂസ്റ്റർ വിസ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഷുഡ് ബി ഔട്ട്സൈഡ് ഓഫ് ന്യൂസിലാൻഡ്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. ഫയൽ ആപ്ലിക്കേഷൻ പ്രിൻസിപ്പൽ അപ്രൂവ് ആയി കഴിയുമ്പോഴാണ് നിങ്ങളിപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നത്. ഇൻഷുറൻസ് ആദ്യമേ എടുക്കണ്ട. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പല പ്രൊവൈഡേഴ്സായിട്ട് പോയി നോക്കി അവരെല്ലാം സംസാരിച്ച് ദാറ്റ്സ് എ ബിഗ് പ്രോസസ് ആൻഡ് ദാറ്റ്. അത് ചെയ്ത് അത് എടുത്തു കഴിഞ്ഞ് ആ പ്രൂഫും കൂടെ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ആണ് പാരൻറ്റിൻ്റെ വിസ അവർ അപ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് അപ്രൂവൽ ഇൻ പ്രിൻസിപ്പൽ, പിന്നെ ദ വിസ വിൽ ബി ഇഷ്യൂഡ് ആഫ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പോൾ ആ വിസ വിൽ ബി വാലിഡ് ഫോർ 60 months. ഇതാണ് ശരിക്കും എൻ്റെ ക്ലയൻറ്റ് ജോസഫിൻ്റെയും റോണിയുടെയും അമ്മയുടെ വിസയാണിത്. സോ അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 months ആണ് എൻ്റെ വാലിഡിറ്റി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇൻഷുറൻസ് ഓൾ ത്രൂ ദ 60 months നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ആഫ്റ്റർ 3 years and before 4 years, between 3 and 4 years ഒരു പ്രാവശ്യം യു ഷുഡ് എക്സിറ്റ് ദ കൺട്രി, ന്യൂസിലൻഡ് എക്സിറ്റ് ആയിട്ട്, എന്നിട്ട് അവിടുന്ന് ഒരു മെഡിക്കൽസ് ചെയ്ത് അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ്സ് ഇപ്പോഴും സ്റ്റിൽ വിത്ത് അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് തിരിച്ച് റീ എൻട്രി ചെയ്ത് മിച്ചമുള്ള ടൈം 5 years കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ളത്. പ്ലസ് ഈ ഡ്യൂറേഷൻ ഓഫ് ദ വിസ ഇപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ യു ക്യാൻ നോട്ട് വർക്ക്, പേരൻസ് വർക്ക് ചെയ്യാൻ പറ്റില്ല.
പിന്നെ പഠിക്കാൻ പറ്റില്ല. ഓൺലി 3 മാസത്തിന് താഴെയുള്ള ഏതെങ്കിലും കോഴ്സ് പഠിക്കാം. അല്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനോ പഠിക്കാനോ പറ്റില്ല. പ്ലസ് വേറൊരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഈ സ്പോൺസർ ചെയ്യുന്ന ചിൽഡ്രൻ should be what we call as like tax residents. എന്ന് പറഞ്ഞാൽ should live at least 184 days in New Zealand. ഈ സ്പോൺസർ ചെയ്യുന്ന പിള്ളേർ ഈ 12 months every 12 months or 184 days ഇവിടെ താമസിക്കുന്നവരായിരിക്കണം. So that is another one requirement. Yeah. ഇപ്പോൾ ഇതാണ് ഒരു on a general on a nutshell parent booster visitors visa. Now I'm going to flip things across. Okay. എപ്പോഴും റോണിയാണ് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഈ പ്രാവശ്യം I'm going to ask you the questions. Okay. So first thing is obviously obviously for the record ഞാനാണ് ഇത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തതും അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ഞാനാണ് ചെയ്തത്. ആസ് എ ക്ലയൻറ്റ് വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പേരൻറ് ബൂസ്റ്റർ വിസയെ പറ്റി ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഇപ്പം ഞങ്ങൾ അമ്മയ്ക്ക് പേരൻറ് ബൂസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെറിയ ഗ്രാൻഡ് പേരൻറ് വിസയിലായിരുന്നു അമ്മ. അപ്പോൾ അതിൽ ശരിക്കും നമുക്ക് പറഞ്ഞാൽ നമുക്ക് 3 years വാലിഡിറ്റി ഉള്ള ഗ്രാൻഡ് പേരൻറ് വിസ, പക്ഷേ 18 months നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ഒറ്റയടിക്ക് തന്നെ 6 months എക്സിറ്റ് അടിച്ച് 18 months തീർത്തു. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ത് ചെയ്യും ഇനിയിപ്പോൾ നാട്ടിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിട്ട് സമയത്താണ് ഈ പേരൻറ് ബൂസ്റ്റർ വിസ വന്നത്. അത് സെപ്റ്റംബറിൽ വന്നു. അമ്മ ഡിസംബറിൽ നാട്ടിൽ പോകുന്നു. അപ്പം അമ്മ എക്സിറ്റ് അടിച്ചു. എക്സിറ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ചേട്ടാ ഓൾറെഡി പറഞ്ഞു ഞങ്ങളോട് ഞങ്ങൾക്ക് ബൂസ്റ്റർ വിസ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടുന്ന് തന്നെ അമ്മയുടെ ഇമിഗ്രേഷൻ മെഡിക്കൽസ് നാട്ടിൽ ചെന്നിട്ട് തന്നെ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് ഓർത്ത് തിരുവനന്തപുരത്തൊക്കെ പോകണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തന്നെ മെഡിക്കൽ ആദ്യം അങ്ങ് ചെയ്തിട്ട് അമ്മ എക്സിറ്റ് അടിച്ചു. അതിന് 2 ദിവസം മുമ്പാണ് മെഡിക്കൽ അപ്ലൈ ചെയ്യുന്നത്. മെഡിക്കൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വളരെ ട്വിസ്റ്റായിട്ട് തോന്നി. അമ്മയുടെ HbA1c ഭയങ്കര ഹൈ ആയിപ്പോയി. അപ്പം ഹൈ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ HbA1c ഒക്കെ അത്ര ഹൈ ആണ് ആർക്കും കേട്ടിട്ടില്ല. അത്ര ഹൈ ആയിപ്പോയി. അമ്മ 15 years ആയിട്ട് മെഡിക്കേഷൻ എടുക്കുന്ന ആളാണ്, ഡയബറ്റീസ് ഉള്ള ആളാണ്. പക്ഷേ ഈ HbA1c പ്രീ മെഡിക്കൽ ചെയ്തപ്പോഴത്തേക്കിനും അയാൾ പറഞ്ഞു, അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇത് ഇമിഗ്രേഷനോട്ട് വിടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്ന് GP എൻറോൾ ചെയ്തു. ഞങ്ങൾക്ക് അമ്മേനെ മെഡിക്കേഷൻ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ട് അമ്മ നമുക്ക് ഇനി അധികം ദിവസമില്ല എക്സിറ്റ് അടിക്കേണ്ട ദിവസം അമ്മ എക്സിറ്റ് ആയി. നാട്ടിൽ പോയി ഈ സെയിം ഇവിടുന്ന് തന്നെയുള്ള മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ഇതിനകത്ത് തന്നെ ഒരു ഇത് വന്നത്, അവർക്ക് എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ നാട്ടിൽ ട്രിവാൻഡ്രത്തെ കിംസിൽ തന്നെ പോയി എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് വെച്ചു. നമ്മൾ ചെയ്യാനുള്ള പാർട്ട് ഞങ്ങൾ ചെയ്തു. ഇവിടെ കോണ്ടാക്ട് ചെയ്തു, ഇവർ അയച്ചു. ഇപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം പോയി. ഞങ്ങൾ വിചാരിച്ചു ഇത്രയും HbA1c ഉള്ള ഒരാളെ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ഒരാളെ അവർ എന്തായാലും വിസ കൊടുക്കൂലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ചേട്ടായിക്ക് അറിയാലോ, ഓൾറെഡി ചേട്ടായി പറഞ്ഞു നമുക്ക് എങ്ങനെയാണേലും അമ്മയെ ഞാൻ ഇവിടെ കൊണ്ടുവരും, ഇത് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഫൈറ്റ് ചെയ്യാം, വിസിറ്റർ വിസ ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു റിലീഫായി. പക്ഷേ ഞങ്ങൾ വീണ്ടും ഓർത്തു ഞങ്ങൾ ഇത്രയും പൈസയൊക്കെ അടച്ചതല്ലേ, ആപ്ലിക്കേഷൻ ഫീസ് 3100 ഒക്കെ അടച്ചു. അപ്പോൾ എന്തായാലും ലോങ്ങർ പീരീഡിലേക്കുള്ള ഒരു വിസ ആയിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വിസിറ്റേഴ്സ് വിസയാണ്, വീണ്ടും എക്സിറ്റ് ഒക്കെ അടിക്കണമല്ലോ എന്നൊക്കെ ഓർത്തു. എനിവേ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 2 months എടുത്തു ടോട്ടൽ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡിസംബർ ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ്, ഒരു 1 month-ഓളം ഒരു ഹോളിഡേയ്സ് വരുമല്ലോ. അപ്പോൾ ഒരു 20-25 ബിസിനസ് ഡേയ്സിനുള്ളിൽ ഞങ്ങളുടെ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ കിട്ടി. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ് അവർ ചോദിച്ചു, ഞങ്ങൾ ആ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് കൊടുത്തു, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അവർ കൺവിൻസ്ഡ് ആണ്, അവർ ഞങ്ങൾക്ക് അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ തന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നോ ഇതെന്ന് ഓർത്തു. പക്ഷേ അത് കഴിഞ്ഞാണ് ശരിക്കും ഉള്ള ഒരു ട്വിസ്റ്റ് വരാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾക്കൊരു എന്താ പറയുന്ന ഒരു പ്രോസസ്സിലുള്ള ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, കുറേ ഇൻഷുറൻസ് നമ്മുടെ ഒരു സാധാരണ അമ്മയ്ക്ക് നേരത്തെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ്, ഇൻഷുറൻസ്, സദേൺ ക്രോസ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് അപ്ലൈ ചെയ്യുവാണ്, ഏജ് റിലേറ്റഡ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനൊക്കെ കൊടുത്ത് നമുക്ക് എടുക്കാം. ഓൺലൈനായിട്ട് എടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വന്നപ്പോൾ നമ്മൾ ഏത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കിയാലും ഈ പേരൻറ് ബൂസ്റ്റർ വിസയുടെ ആപ്ലിക്കേഷൻ വരുമ്പോൾ അവരതെല്ലാം ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ ഇട്ടിരിക്കുകയാണ്. അത് അവരുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത്, അതായത് ഇപ്പം ആദ്യം 1 year 12 months ഒരു ഇൻഷുറൻസ് സബ്മിറ്റ് ചെയ്യാനാണ് നമ്മളോട് ഇമിഗ്രേഷൻ പറഞ്ഞത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കിനും പലരും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഞങ്ങളോട് ചോദിച്ചു. എഗെയിൻ നമ്മൾ ഈ മെഡിക്കൽ അമ്മയുടെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ ഹിസ്റ്ററികളും ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ കൊടുത്തു. പക്ഷെ അവർക്ക് ഇമിഗ്രേഷനിൽ നിന്നുള്ള ഡയറക്റ്റ് ഉള്ളതായിരുന്നു വേണ്ടത്. പിന്നെ ഞങ്ങൾ കേസ് മാനേജറോട് ചോദിച്ചു. പിന്നെ ഈ നമ്മൾ മെഡിക്കൽ ചെയ്ത് അവിടുന്ന് ഞങ്ങൾ ആ റിപ്പോർട്ട് അവരെ ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പം അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഒരുപാട് നോക്കും അവർ. കാരണം ഈ 12 മന്ത് പീരീഡിൻ്റെ ഇൻഷുറൻസ് തന്നെ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂ എല്ലാ വർഷവും എടുക്കേണ്ടത്. അപ്പോൾ അവരത് മേക്ക് ഷുവർ ചെയ്യും ഇവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ അവരത് കൊടുക്കുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിനാണ് ഞങ്ങൾക്ക് ഇച്ചിരി ലോങ്ങർ പീരീഡ് വന്നത്. ഏത് ഇൻഷുറൻസ് ചൂസ് ചെയ്യണം, പിന്നെ അവിടുന്ന് ഒരു അപ്രൂവലൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ഇൻഷുറൻസ് ആയിരുന്നുള്ളൂ. അത് ഇത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല അത്. എന്ന് വെച്ച് നമുക്ക് പറ്റത്തില്ല എന്നല്ല, അവർ ചോദിക്കുന്ന ഇതുപോലെ നമ്മളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവരത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ പേയ്മെൻറ്റ് 12 മന്തിൻ്റെ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് തരും. അത് ഇമിഗ്രേഷനിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിസ കിട്ടും. ഇതെല്ലാം ഓൺലൈനായിട്ട് ഒരു പ്രൊവൈഡർ മാത്രം, ഒരുപാട് പ്രൊവൈഡേഴ്സ് ഉണ്ട് ഈ പേരൻറ്റ് സ്റ്റേ എന്ന് പറഞ്ഞിട്ട് പേരൻറ്റ് ബൂസ്റ്റർ വിസയുടെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നവർ. പക്ഷേ കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം ഇമിഗ്രേഷന്. അത് ഓൾറെഡി നമുക്ക് വരുന്ന ഇമെയിൽ അവർ ചെയ്യും. ഈ ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണ്, അവർ A ഗ്രേഡിലുള്ളവരായിരിക്കണം, അങ്ങനെ. അപ്പോൾ അതെല്ലാം നോക്കി ഉള്ള ഒരു ഇൻഷുറൻസ് പ്രൊവൈഡറെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരേ ഒരു പ്രൊവൈഡർ മാത്രമേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് സാധാ ഒരു ഡെബിറ്റ് കാർഡ് വെച്ചോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയ ഒരു പ്രൊവൈഡർ ഉള്ളൂ. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. മറ്റുള്ള പ്രൊവൈഡേഴ്സിനെ വെച്ചിനേക്കാളും ഒരു $1,000-2,000 ഒക്കെ ഒരു ഡിഫറൻസ്. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സെയിം ഒരു ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പ്രൊവൈഡറെ നമ്മൾ പല ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് കൂടുതലായിരിക്കും. അവർ മേക്ക് ഷുവർ ചെയ്യും നമുക്ക് ചീപ്പായിട്ട് അവർ നമ്മൾക്ക് ഇത് തരുമ്പോൾ, ഇൻഷുറൻസ് തരുമ്പോൾ എന്തായിരിക്കും വേണ്ടതെന്നുള്ളതെല്ലാം നോക്കി നമ്മളത് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൊവൈഡറെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഇൻഷുറൻസ് അവരൊരു കോട്ട് തന്നു, നമ്മൾ അപ്രൂവ് ചെയ്തു, പേയ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇമിഗ്രേഷനിൽ അയച്ചു കൊടുക്കാം. ഇമിഗ്രേഷൻ കേസ് മാനേജർ അതും കണ്ടിട്ട് അവർക്ക് അത് മാത്രം പോരാ, നമ്മൾക്ക് ആ പ്രപ്പോസലിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് 0 എന്ന് കാണിക്കുന്ന ഒരു ഇൻവോയ്സ് കൂടെ അവർ തരും നമ്മുടെ ഇൻഷുറൻസ് പ്രൊവൈഡർ. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് അവർ അതിൻ്റെ ആ വിസ അപ്രൂവ് ആക്കുകയുള്ളൂ. അതാണ് ഫൈനൽ അപ്രൂവൽ. So in other words, shop around അല്ലേ? ഇൻഷുറൻസിന് ഷോപ്പ് അറൗണ്ട്. അതെ, നമുക്ക് കുറച്ച് പ്രൊവൈഡേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മൈൻഡ് ചെയ്യാത്തവർക്ക് ഓക്കെ. പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഡിഫറൻസ് ആകും. കാരണം നമുക്കത് ഒരു 5 ഇയേഴ്സിലേക്ക് നമ്മൾ അതേ പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു വർഷം മാത്രമല്ലല്ലോ, ഓരോ വർഷം അത് റിന്യൂ ചെയ്യേണ്ട സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്രൊവൈഡറെ കിട്ടി, വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ. എന്തായാലും ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് പേരൻറ്റ് ബൂസ്റ്റർ വിസയുടെ ഒരു ബെനിഫിറ്റ് എന്താ, അല്ലെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയും ഈ ആപ്ലിക്കേഷൻ ഫീയും ഈ കോസ്റ്റും ഒക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് മറ്റുള്ള ഇതിൽ വെച്ചിട്ട്. പക്ഷേ ഈ ലോങ്ങർ ടേം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം പാരൻസൊക്കെ ഇപ്പം മക്കളുടെ കൂടെയൊക്കെ നിൽക്കാൻ ഇഷ്ടമുള്ളവരാണ്, വേറെ വഴിയൊന്നും ഇല്ല എന്നുള്ള ഒരാൾക്കാർ, അങ്ങനെ നോക്കുന്നവർക്കാണെങ്കിൽ പേരൻറ്റ് ബൂസ്റ്റർ വിസ എപ്പോഴും നല്ല ഒരു ഓപ്ഷനാണ്. കാരണം ഇപ്പം അല്ലാത്ത ഏത് വിസയ്ക്കാണെങ്കിലും ഒരു 6 മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് ചെയ്യുമ്പോൾ ഏത് കൺട്രിയിലോട്ട് പോയാലും അതൊരു ചിലവ് തന്നെയാണ്. ഒരു ട്രാവൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയെ തന്നെ വിടാൻ പറ്റില്ല, ഒരാളൂടെ ചെയ്യണം, ട്രാവൽ ചെയ്യേണ്ടി വരും, അക്കോമഡേഷൻ. അപ്പം അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഒരു ഇൻഷുറൻസ് അതത്ര നഷ്ടമായിട്ട് തോന്നില്ല. കാരണം പ്രായമായിട്ടുള്ള അമ്മേനെ കൊണ്ട് ഈ എക്സിറ്റ് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അവർക്കും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല. പക്ഷെ എല്ലാവരുടെയും കേസ് അങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അതൊരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല. കാരണം as long as അമ്മ നമ്മുടെ കൂടെ നിൽക്കും, ഇടയ്ക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പം അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പേരൻറ്റ് ബൂസ്റ്റ് വിസയാണ്. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് പീരീഡിലേക്ക് മാത്രം മതി എന്നുള്ളവർക്ക് ഗ്രാൻഡ് പേരൻറ്റ് വിസ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോർമൽ ജനറൽ കാറ്റഗറി വിസയുണ്ട്. അപ്പം ഏതായാലും ഇതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെ ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ റോണി, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം
നിങ്ങൾക്ക് ഇൻഷുറൻസ് കുറച്ച് എക്സ്പെൻസീവ് ആയത് ബിക്കോസ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉള്ളതാണ്. ചിലർക്ക് അത് കാണത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഇൻഷുറൻസിന്റെ കോസ്റ്റ് കുറയും. കേസ് ടു കേസ് ബേസിസ് ആണ് അത്. ആൻഡ് പ്ലസ് ഇതുപോലെ ഞാനിപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് 60 കൂടുതൽ വയസ്സായിട്ടുണ്ട്. സോ അതും ഒരു കാരണമാകാം. സോ there are lot of moving parts in this, lot of components in it. നമ്മുടെയൊക്കെ ഏജിലുള്ള എല്ലാവരുടെയും പേരൻസ് 60 എബോ ആയിരിക്കും അല്ലേ? ആയിരിക്കും ഉറപ്പായിട്ട്. 60 എബോ ആയിരിക്കും. ഇൻഷുറൻസിനൊരു അതൊരു ഇത് വരും. പക്ഷെ അഗെയിൻ ഇറ്റ്സ് വെയിങ് ദ പ്രോസ് ആൻഡ് കോൺസ്. ഇപ്പോൾ ഹെൽത്തി ആണ്, ട്രാവലിങ്ങിന് മടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ നമുക്കറിയാമല്ലോ എപ്പോഴാണ് ഡേറ്റ് ഇത് പറഞ്ഞ എക്സിറ്റ് അടിക്കണമെങ്കിൽ നേരത്തെ ഡേറ്റ് നമ്മൾ നോക്കി ഒരു ഓഫറിൽ ഫിജിയിലെല്ലാം പോവാം. ഇറ്റ്സ് എ ഫാമിലി ഹോളിഡേ ആയിട്ട് മാറാം. സോ there are a lot of options അല്ലേ? ഓപ്ഷൻസ് എപ്പോഴും ഉണ്ട്. അതെ. നമ്മുടെ കേസിൽ മാത്രം നമുക്ക് പറയുവാണെങ്കിൽ ഇപ്പൊ ഫിജിയിലൊക്കെ ഫിജിയിൽ പോയി 2 ദിവസം ഹോട്ടലിൽ തന്നെ ഇരുന്നിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. കറങ്ങാനൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അതൊരു ബേർഡൻ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു യാത്ര ഒഴിവാക്കാൻ നോക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷെ നമുക്ക് ആരെയും കമ്പൽ ചെയ്യാനോ അല്ലെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കോസ്റ്റ് അല്ലേ, നമുക്ക് നല്ല ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ് മറ്റു വിസകൾ. പക്ഷെ ലോങ്ങർ ടേം നോക്കുന്നവർക്ക് പേരന്റ് ബൂസ്റ്റ് വിസ തന്നെയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. പേരന്റ് ബൂസ്റ്റ് വിസ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. ഇടയ്ക്ക് എക്സിറ്റ് അടിക്കേണ്ട ഡേറ്റ്സ് നോക്കിയിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്തായാലും ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ചിലപ്പോൾ മറ്റു കൺട്രീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡ് എത്ര പെട്ടെന്ന് വിസ കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ്, എൻ്റെ ബ്രദർ അയർലൻഡിൽ അവർക്ക് വിസ എനിക്ക് തോന്നുന്നു 3 monthsലേക്ക് പേരൻസിന് കൊടുക്കുകയുള്ളൂ. പക്ഷെ ആ ഒരു 3 months വിസ കിട്ടാനായിട്ട് ഇവര് പാരന്റ്സ് നമുക്ക് എനിക്ക് എറണാകുളത്ത് പോയി ബയോമെട്രിക്സ് ഒക്കെ ചെയ്യണം. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് ന്യൂസിലൻഡിൽ പാരന്റ്സ് വിസ കിട്ടാനായിട്ട് സോ ഫാർ ടച്ച്വുഡ്. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല ഒരു ഓപ്ഷനാണ്. ഇപ്പൊ അവര് കൂടുതൽ പുതിയ വിസ ഓപ്ഷൻസുകൾ തരുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു നല്ല ഒരു ഓപ്ഷനായിട്ടാണ് പേരന്റ് ബൂസ്റ്റ് വിസയെ പറ്റി തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് മറ്റുള്ള എല്ലാവർക്കും ഇതിനു വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളവർക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷനാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ കമൻസ്, ഡൗട്ടുകൾ എന്തായിരുന്നു, ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ് ഏതാണ് എടുത്തിരിക്കുന്നത്, ഏത് പ്രൊവൈഡറാണെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഞങ്ങൾ പല വീഡിയോസിലും പേരന്റ് ബൂസ്റ്റ് വിസയെ പറ്റി വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്രൂവൽ ആയിരിക്കുന്ന പേരന്റ് ബൂസ്റ്റ് വിസയുടെ ഒരു സെക്ഷൻ ഇതായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റും രാജസാറിന് തന്നെ കൊടുത്തേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ്, മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ടുള്ള ന്യൂസിലൻഡിലേക്ക് വരാനുള്ളവരും അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള കുറേ സെഷൻസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നടക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത ഒരു സെക്ഷനുമായിട്ട് വരുന്നവരെ ബൈ.